രഞ്ജിനി പിന്നെ പണ്ടേ തന്നെ ഈ പുതിയ ട്രെൻഡിൽ ജീവിക്കാൻ ശ്രമിച്ച ഒരാളാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ സംഗീതം ഇൻ്റർനാഷണലി നമ്മുടെ മലയാള സംഗീതം പോകാനും യൂട്യൂബൊക്കെ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും. കാര്യം ഇപ്പം നമ്മൾ സാധനം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഐസ്രാക്കോണം വരെ പോകുന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഇപ്പം. ഈ ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട് കുറെ കാലം കാത്തു നിന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരു മ്യൂസിഷ്യൻ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സൗണ്ടിങ് ഉണ്ടാവും. എൻ്റെ പാട്ടുകൾ എനിക്ക് ഇനി ഇങ്ങനത്തെ പാട്ടുകൾ ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ ചെയ്യണം, അതിന് ഇങ്ങനത്തെ സൗണ്ടിങ് വേണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ബാൻഡ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ട്രെൻഡായി എല്ലാവരും ബാൻഡ് കൊണ്ട് നടക്കുന്നത്. എൻ്റെ ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബാൻഡിലൂടെ എൻ്റെ സ്വന്തം മ്യൂസിക് പുറത്തേക്ക് കൊണ്ടുവരണം, എനിക്കതൊന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ രഞ്ജിനിയുടെ ബാൻഡിലൂടെ നമ്മുടെ പ്രേക്ഷകരും ശ്രോതാക്കളും ഒക്കെ ലോകത്ത് ഒരുപാട് എൻജോയ് ചെയ്തൊരു സാധനത്തിന്റെ ഒരു ബിറ്റ് നാട്ടുകാരെ ഒന്ന് കേൾപ്പിച്ചല്ലോ. ഒരു ദിനം വിടിയലിൽ ഞാൻ பார்த்த காட்சி கதவை திறந்ததும் நின்று போனதின் மூச்சு இரவில் கண்ட கனாவோ என்று நானே மறுபடியும் இப்போது யோசித்து போனேன். உயிரே நான் உன்னை காத்திருந்தேன். உறவே நீ தேடும் நேசம் நானே. അപ്പൊ ഇനിയിപ്പോ ഈ പാട്ട് കേട്ടിട്ട് തമിഴിലേക്ക് ഒരു ഗാനരചിതവന്റെ കുപ്പായാരിലും കൊണ്ടുതന്ന ആവഴിക്കാൻ പോവോ? ഇല്ല. തമിഴിൽ നല്ലൊരു ഭാവി നേരുന്നു അല്ലേ? ശരത്തേട്ടാ എനിക്ക് ഇനി വേറെ എന്ത് വേണം അല്ലേ? അപ്പൊ കലാകാരൻ നമസ്തേ. അങ്ങയുടെ ഭക്തിഗാനമൊക്കെ എങ്ങനെ പോകുന്നു? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നന്നായി പോണു. ഭക്തിഗാനം എന്നുള്ളത് മാത്രമല്ലാതെ അഭിനയ സംഗീതമാണ് എന്റേത്. അതൊരു പുതിയ രീതിയായിരിക്കുമല്ലോ. തീർച്ചയായും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും എന്നെ പരിപാടിക്ക് വേണ്ടി വിളിക്കുന്നതും. ഇതുവരെ മിക്ക ഡാൻസുകാരും നിന്ന് ചെയ്ത് പരിചയമാണ്. അതെ. തിരിച്ചൊരു ട്രെൻഡാണ്. ഞാൻ ഇരുന്നിട്ട് അഭിനയം മാത്രം. അപ്പൊ അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.